ലൈവ് ഫ്രഷ് തഞ്ഞത് എല്ലാ നാട്ടിലും ഒരു ദർശന സ്റ്റുഡിയോ ഉണ്ടായിരിക്കും. കണ്ണമ്മി ലൈവായിട്ട് കഴിക്കുന്ന സ്ഥലമല്ലേ, അവിടെ വന്നിട്ട് നമുക്ക് കണ്ണമ്മി കഴിക്കണം. ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റും മണിത്ത? വളരെ ഗംഭീരമായി പ്രോഗ്രസീവ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഇതാ മുകളിലുണ്ട്. നോ ക്ലിയറൻസ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേ. 30 ഫീറ്റ് ഹൈറ്റുള്ള ഗംഭീര പാറയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മരത്തങ്കോടുള്ള ഐശ്വര്യ തിയേറ്ററൊക്കെ ഇങ്ങനെയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പോകുന്ന വീഡിയോയാണ്. സത്യം പറഞ്ഞാൽ മതി. ഭക്ഷണം എങ്ങനെയുണ്ട്? നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ കൈയിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കഴിഞ്ഞു എന്ന് പറയും. എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഒരു ഭാവന ടൈലേഴ്സ് ഫ്ലവറൊക്കെ വെച്ചിട്ട് വിദ്യാലോകന്ന് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. 70s 80s 90s അല്ല. ഇത് ആരെന്റെ കൂടെ നിൽക്കുന്നത്? ഒരു 50 കൊല്ലം മുമ്പിലത്തെ ഒരു ലോകമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പണ്ടത്തെ പെരുമ്പ്ലാവ്. ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും 100 രൂപ മുതൽ 1000 രൂപ വരെ ഗിഫ്റ്റ് വൗച്ചറും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എവിടുന്ന് കിട്ടും? ഐഫോന്ന് കിട്ടും. മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടില്ലേ? ഗുണാക്കേവ് നിർമ്മിച്ചത് ഞങ്ങളുടെ നാട്ടുകാരനാണ്, കൂട്ടുകാരനാണ്, ശ്രീ അജയൻ ചാലിശ്ശേരി. അജയേട്ടൻ ചെയ്തൊരു വർക്ക് ഉണ്ട് ഇവിടെ. നമ്മുടെ വിദ്യാ ലോകം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലോകം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വലിയൊരു പടിപ്പുരുണ്ട്. പടിപ്പുരയിൽ ഫോഗൊക്കെ വരുന്നുണ്ട്. ആ കാഴ്ചകൾ കണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നേരെ വിശാലമായ ഒരു കവാടം, ഫാമിലി റെസ്റ്റോറന്റ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഇന്റീരിയറിന്റെ ഭാഗങ്ങളായതുകൊണ്ട് ഇതൊക്കെ കട്ട കൊണ്ട് കെട്ടി പഴയ ഫീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി മുകളില് നമ്മൾ ഈ പ്ലൈവുഡൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് അജയേട്ടൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ പഴമ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കളർ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി ഗേറ്റ് ഉണ്ട് ഇവിടെ. ആ ഗേറ്റിന്റെ കടന്നു വരുമ്പോൾ അക്കിക്കാവ് 1960, 70, 80, 90 ആ കാലഘട്ടത്തിലുള്ള അക്കിക്കാവ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പഴയ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഇരുത്തി ഉണ്ട് ഇവിടെ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെരുമ്പിലാവ് എന്നുള്ള ബോർഡുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സെൽഫി എടുക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി അന്നത്തെ കാലത്ത് ഒരു ടീ ഷോപ്പ് ഉണ്ടാവാം. ആ ടീ ഷോപ്പാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പച്ച പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മരം കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? ടീ ഷോപ്പ്. സിനിമയുടെ പോസ്റ്ററുകളൊക്കെ നമ്മുടെ പഴയ ചായപ്പീടികയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചായപ്പീടിക എന്ന് പറയും ആളുകൾ, എനിക്കറിയില്ല. അല്ലെ, ഭഗവതി വിലാസം കാപ്പി ക്ലബ്ബ് എന്നാണ് ഇതിന്റെ പേര്. വിലവരം ചായ, കാപ്പി, പുട്ട്, പൂരി മസാല, മസാല ദോശ, പഴംപൊരി, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇതാ അന്നത്തെ ആ ഒരു ചില്ല് കൂട് ഇത് വീണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. സമവാർ ഇവിടെ ഭംഗിക്കാണ് വെച്ചിട്ടുള്ളത്. ഈ ഗ്രില്ലൊക്കെ പഴയ ഗ്രില്ല് വെച്ചിട്ട് അതിനോടനുബന്ധമായി ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ അന്നത്തെ ഒരു സ്റ്റൈലിലാണ്. പാട്ട് ബാക്കിൽ കേൾക്കുന്നുണ്ട്. ആ റെസ്റ്റോറന്റിനോട് ചേർന്നിട്ട് ഇതാ ഈ ഒരു അമ്മിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അന്നത്തെ റെസ്റ്റോറന്റിലൊക്കെ അമ്മിക്കല്ലുണ്ടാവും. ഇരിക്കാനുള്ള സ്ഥലങ്ങളും ചെടിത്തോട്ടങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. ഈ മിസ്റ്റൊക്കെ ഇവിടെ ഓട്ടോമേഷൻ കൊടുത്തിരിക്കുകയാണ്. എപ്പോഴും ഈ ഫോഗ് ഇങ്ങനെ വരും. കണ്ടില്ലേ ഫോഗ് വരുന്നത്? അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു ഫീൽ അനുഭവിക്കാം. അന്നത്തെ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കുമ്പളങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്, വെള്ളരിക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായി പ്രോഗ്രസീവ് ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഇതാ മുകളിലുണ്ട്. ഇതൊക്കെ ആർട്സ് ക്ലബ്ബ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അന്നത്തെ കാലഘട്ടം വളരെ വൃത്തിയായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ടാവും. നോ ക്ലിയറൻസ് ഓൺ സൺഡേസ് ആൻഡ് ഹോളിഡേ. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ തപാൽ പെട്ടികളൊക്കെ ഞായറാഴ്ച ക്ലിയർ ചെയ്യില്ല, എടുക്കില്ല എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഒരു ദർശന സ്റ്റുഡിയോ ഉണ്ടായിരിക്കും. അനശ്വര നിമിഷങ്ങളെ അവിസ്മരണീയമാക്കാൻ. ടാഗ്ലൈനൊക്കെ ഉഷാറല്ലേ? 30 ഫീറ്റ് ഹൈറ്റുള്ള ഗംഭീര പാറയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാറയുടെ അടിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ്ടിൽ അത്യാവശ്യം മീനുകളുമുണ്ട്. കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന സമയങ്ങളിൽ ഇനിയിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിൽ നമുക്ക് സ്വകാര്യമായി സംസാരിക്കണമെങ്കിലൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ആ രീതിയിലൊക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ കയറി നമ്മളിങ്ങനെ നമുക്ക് പ്രൈവസി വേണമെങ്കിൽ പ്രൈവസി ആ രീതിയിലൊക്കെ ഇവിടെ ഇരിക്കാൻ കഴിയും. സംഭവം കിടുവാണ്. നമ്മളൊരു ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ ഫുഡുകളാണ് പ്രധാനമായി ഇവിടെ കൊടുക്കുന്നത്. അപ്പൊക്കെ ലൈവാണ്. അതായത് അപ്പോഴപ്പോൾ മേക്ക് ചെയ്യുന്ന ഫുഡാണ്. ഫുഡിന് മാത്രം ഒരു പഴമയില്ല. പഴമയുടെ രുചി നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ കഴിയും. നമ്മളൊരു 100 കൊല്ലം പഴക്കമുള്ള ഒരു കിണറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മീനും അത്യാവശ്യം തവളകളൊക്കെ ഉണ്ട്. ഇത് ആ ഒരു കോരുന്നത് കണ്ടില്ലേ? ഇത് ഈ കഴുകു മാർബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ ആ ഒരു മരം കൊണ്ടുള്ള കപ്പി. ഇത് EVK ഔഷധാലയുടെ ഒരു പച്ചമരുന്ന് പെട്ടിമരുന്നുകളാണ്. അതേപോലെ തന്നെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇവിടെ വന്നിട്ടുണ്ടോ? പഴയ ഓർമ്മകൾ തോന്നുന്നുണ്ട്. എനിക്ക് പഴയ ഓർമ്മകൾ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ മരത്തെ